ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യം. ഈശോ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. വലത് കൈ ശോഷിച്ച ഒരു മനുഷ്യനെ ഒരു സാബത്ത് ദിവസം ഈശോ സുഖപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. താൻ ചെയ്യാൻ പോകുന്ന ഒരു നല്ല കാര്യത്തിൻ്റെ പേരിൽ തനിക്ക് ഏൽക്കാൻ സാധ്യതയുള്ള അപമാനത്തെയും എതിർപ്പിനെയും ഒന്നും ഈശോ ഭയപ്പെടുന്നില്ല. ഈ പാവപ്പെട്ട മനുഷ്യന് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നന്മ മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് പറയുമെന്ന് വിചാരിച്ച് ഈശോ ചെയ്യാതിരിക്കുന്നില്ല. ഈശോയ്ക്കറിയാം തനിക്ക് മാത്രമേ ഈ പാവപ്പെട്ട മനുഷ്യനെ സുഖപ്പെടുത്താൻ കഴിയൂ. കാരണം ഈശോയ്ക്ക് മാത്രമേ ദൈവം എന്ന നിലയിൽ അത്ര അത്ഭുതകരമായ സവിശേഷകരമായ ഒരു ഇടപെടൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടത്താനായിട്ട് പറ്റൂ. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ നമുക്ക് മാത്രമേ ചില നന്മകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കൂ. അത് മറ്റൊരാൾക്കും ഒരുപക്ഷെ അത് പറ്റണമെന്നില്ല. നമ്മുടെ വ്യക്തിപരമായ അസൗകര്യങ്ങളുടെ പേരിൽ, അവരോടുള്ള ഇഷ്ടക്കേടുകളുടെ പേരിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ആ വലിയ ഉപകാരത്തെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കരുതെന്ന്, നമ്മുടെ ചില ചെറിയ അസൗകര്യങ്ങളെ പ്രതി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു വലിയ നന്മയെ ഇല്ലാതാക്കി കളയരുതെന്ന്, ചെയ്യാതെ പോകരുതെന്ന് ഈശോ തൻ്റെ ഒരു നല്ല മാതൃകയിലൂടെ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ചില അസൗകര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാലും അതിനേക്കാൾ ഉപരിയായ വലിയ ഒരു സഹായം, ഒരു നന്മ ഒരാൾക്ക് കിട്ടുമെങ്കിൽ ഒരു ചെറിയ ത്യാഗം സഹിച്ചും അത് ചെയ്യാനും അവർക്ക് ചെയ്തു കൊടുത്ത് അവരുടെ ആ വലിയ ദുരിതത്തിൽ സഹായിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.